എന്ന നിലയിൽ കൂടി വിജയകുമാർ ആ ചിത്രം അതിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ നെടുമ്പാശ്ശേരിയിൽ സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണറെയും ആ ചിത്രത്തിൽ കാണാം. നേരത്തെ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. ആ സമയത്താണ് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. ആ ചിത്രമാണിപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ നാവികസേന ആസ്ഥാനത്ത് നിന്ന് റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം നേരത്തെ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും ആ ചിത്രത്തിൽ കാണാം. വിജയകുമാർ, തുടരാം. യെസ് ഉന്മേഷ്, ഈ ചിത്രം ഒരുപക്ഷെ കുറച്ചുകൂടി രാഷ്ട്രീയമായി കൂടി പ്രധാനപ്പെട്ടതാണ്. ഔപചാരിക സ്വീകരണം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നേരിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകി എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം സംബന്ധിച്ച തീരുമാനം നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സമരത്തിന് ഒരുങ്ങുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നു. BJP ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ അതിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പാശ്ശേരിയിൽ എത്തുകയും ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നത് ഒരു കൗതുകം കൂടിയാണ്. ഈ ഘട്ടത്തിൽ അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഊഷ്മളമായി ഒരു സ്വീകരണം പ്രധാനമന്ത്രിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഇരുവരും വേദി പങ്കിടുന്ന ഈ റിഫൈനറിയുടെയും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും ഒക്കെ പരിപാടി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി വലിയ അഭിപ്രായ വ്യത്യാസം, കേന്ദ്ര വിരുദ്ധ സമരം ഒക്കെ ഡൽഹിയിൽ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ നിലയിൽ ഉള്ള ഊഷ്മള ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഔപചാരികതയുടെ പേരിൽ ഉള്ള സ്വീകരണമാണെങ്കിൽ കൂടിയും അത് ആ നിലയ്ക്ക് ഈ ഘട്ടത്തിൽ ആ ചിത്രത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഉന്മേഷ്, അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ യാത്രയുടെ വിവിധ വഴികൾ തന്നെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി കടന്നു വരേണ്ട റോഡ് ഷോയുടെ ഭാഗമായി കടന്നു വരേണ്ട പ്രധാനപ്പെട്ട വഴികൾ ജനറൽ ആശുപത്രിയുടെ ഭാഗം, മഹാരാജാസ് കോളേജിന് സമീപത്തുള്ള നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം, ഒപ്പം ലോ കോളേജ് ജംഗ്ഷൻ, സെന്റ് തെരേസാസ് കോളേജിന്റെ ഭാഗം, അതുവഴി പ്രസ് ക്ലബിന്റെ ഏതാണ്ട് സമീപത്തോടുകൂടി നമ്മൾ മറൈൻ ഡ്രൈവിലേക്കൊക്കെ നീങ്ങുന്ന ഭാഗത്ത്, അവിടെ എറണാകുളം ഗസ്റ്റ് ഹൗസ്, അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നതെന്ന്. ആ ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം എന്നത്. 2-3 തരത്തിൽ നമുക്കതിനെ കാണാം. ഒന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയമായ വിമർശനങ്ങൾ, അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മറുപടി പറയുമോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കഴിഞ്ഞ തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ സന്ദർശന ഘട്ടത്തിൽ അത്തരം ചോദ്യം ഉയർന്നു. അദ്ദേഹം ചില വിഷയങ്ങൾ പരാമർശിച്ച് എന്നാൽ അധികം ഡീപ്പ് ആയ ഒരു ആഴത്തിലുള്ള വിമർശനത്തിലേക്ക് കടക്കാതെ, എന്നാൽ കേരള സർക്കാരിനെ CPM-നെയൊക്കെ വിമർശനത്തിന്റെ മുനയിൽ നിർത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ ആ വേദി അദ്ദേഹം കൂടുതലായും ഉപയോഗിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം, അത് തെരഞ്ഞെടുപ്പിലെ ഈ പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിം വളരെ ശക്തമായി അവതരിപ്പിക്കുന്നതിനായിരുന്നു തൃശ്ശൂരിലെ ആ വേദി ഉപയോഗിച്ചത്. വീണ്ടും എറണാകുളത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി ഉണ്ട്. രാഷ്ട്രത്തിന് ആ വികസന പദ്ധതികൾ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഒപ്പം BJPയുടെ നേതാക്കൾ അടങ്ങുന്ന സംഘം അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരിയിൽ 6:50 അദ്ദേഹം വന്നെത്തി. ആ സമയത്തെ ദൃശ്യങ്ങൾ, അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അവിടെ പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ഗവർണർ, മുഖ്യമന്ത്രി, ഇപ്പോൾ കൂടുതൽ ചിത്രങ്ങൾ ലഭ്യമാകുന്നു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. ആ ചിത്രത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്, ഒപ്പം കേന്ദ്രമന്ത്രി V മുരളീധരനുണ്ട്, പ്രകാശ് ജാവ്ദേക്കറുണ്ട്. അങ്ങനെ ആ ചിത്രത്തിൽ അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അവർ സ്വീകരിക്കുന്ന ചിത്രമാണ്. രാജ്യാന്തര വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ഗവർണർ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ചേർന്ന് സ്വീകരിക്കുന്ന ചിത്രങ്ങളാണ്. കേന്ദ്രമന്ത്രിയുടെയും ഒപ്പം പ്രകാശ് ജാവ്ദേക്കറുടെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വിജയകുമാർ, ഇപ്പോൾ ആ ചിത്രങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്.
ഉന്മേഷ ശരിയാണ്. കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചിത്രങ്ങൾക്ക് ഒരു പക്ഷേ കുറെ കൂടി രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഔപചാരികതയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തുക എന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം 2-3 സാഹചര്യമുണ്ട്. ഒന്ന്, കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നടത്തുന്ന ഒരു ലിറ്റിഗേഷൻ ഉണ്ട്, ഒരു കേസുണ്ട്, ഒരു അസാധാരണ സ്വഭാവത്തിലുള്ളതാണ് ആ കേസ്. ഈ വികസന പദ്ധതികൾ, കേന്ദ്ര സഹായമൊക്കെ സംബന്ധിച്ച് കേരളം നിരന്തരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിയമപ്രശ്നമായി കൂടി കേരളം അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ നേതാവൊക്കെ ഓൺലൈനായി ആ ചർച്ചയിൽ പങ്കെടുത്തു. അതിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൽഹിയിൽ ഒരു സമരത്തിന് കേരളം ഒരുങ്ങുന്നു എന്നതാണ്. പ്രതിപക്ഷ നേതാക്കളെ അതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ അതിൽ പങ്കെടുക്കുമോ എന്നറിയില്ല. രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള BJP വിരുദ്ധ സമരത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി കോൺഗ്രസ് എന്ന നിലയിൽ ആ സമരം നടത്തുന്നുണ്ട്. സർക്കാരുമായി ചേർന്ന് CPM-മായി ചേർന്ന് രാഷ്ട്രീയ സമരത്തിനില്ല എന്നതാണ് അക്കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒക്കെ നിലപാട്. എന്തായാലും അതിലൊരു തീരുമാനം പാർട്ടി ആലോചിച്ചെടുക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനുശേഷം അറിയിച്ചത്. അങ്ങനെ സമരം പ്രഖ്യാപനം, അതിന്മേൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ആ തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലെത്തുന്നു. ഊഷ്മളമായ സ്വീകരണം നൽകുന്നു. നാളെ ഒരുപക്ഷേ കൊച്ചിൻ റിഫൈനറിയുടെയും ഷിപ്പ്യാർഡിന്റെയും ഒക്കെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇരു നേതാക്കളും വേദി പങ്കിടും എന്നാണ് കരുതുന്നത്. അതിൽ ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന്റെ ആക്ഷേപം, ആശങ്ക, പരാതി, വിമർശനം ഉന്നയിക്കപ്പെടുകയും അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം തള്ളിക്കളഞ്ഞുകൂടാ ഉന്മേഷ്. അതുകൊണ്ട് നാളത്തെ വാർത്താ ദിനത്തിന് ആ നിലയിലുള്ള പ്രാധാന്യം കൂടിയുണ്ട്. എന്തായാലും റോഡ് ഷോയിലേക്ക് പ്രധാനമന്ത്രി ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും. അദ്ദേഹം ഇവിടേക്ക് എത്തും എന്ന അറിയിപ്പ് വന്നതുകൊണ്ടാവും വലിയ ആവേശം ഇവിടെ ആരവം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടി ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനും വളരെ ചുരുങ്ങിയ ദൂരമേ ഉള്ളൂ. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവസാനിക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നാടകീയമായി പ്രധാനമന്ത്രി പ്രവർത്തകരുടെ ഇടയിലൂടെ ഈ റോഡിലൂടെ നടക്കാനൊക്കെ തീരുമാനിച്ചാൽ അറിയില്ല. അത് ഇപ്പോഴത്തെ സുരക്ഷാ സാഹചര്യത്തിൽ അതിന് SPG അനുമതി നൽകിയിട്ടുണ്ടോ? രാത്രി വൈകി 7-7:30 8 മണിയോടൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് നേരത്തെ അറിയാം ചില കരിങ്കൊടി പ്രതിഷേധങ്ങളുടെയൊക്കെ വാർത്ത വന്നതാണ്. അതുകൊണ്ട് അത്തരമൊക്കെ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അതിന് അദ്ദേഹം തയ്യാറാകുമോ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിന് അനുമതി നൽകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തള്ളിക്കളഞ്ഞുകൂടാ. അദ്ദേഹം നേരത്തെ കൊച്ചിയിൽ അത്തരമൊരു റോഡ് ഷോയുടെ ഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങുകയും അവരെ നേരിട്ട് അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മളുടെ മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട്.